ഹായ് ഫ്രണ്ട്സ്, ചെമ്മീർപ്പൂവിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഒരിക്കൽ നമ്മുടെ വർഷ ഓൺലൈനിൽ നിന്ന് ജ്യൂസ് ഓർഡർ ചെയ്യുന്ന കാണുന്ന ചന്ദ്രമതി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഓൺലൈനിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുന്നത്? ഇവിടെ ഒരു ജ്യൂസ് കട തന്നെ ഇല്ലേ മോളെ? ഇവിടുത്തെ അടുക്കള എന്ന് പറയുന്ന ഒരു ജ്യൂസ് കട തന്നെയാണ്. അപ്പോ ചന്ദ്രമതി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വർഷയ്ക്ക് കാര്യം മനസ്സിലാവുന്നില്ല. തുടർന്ന് ചന്ദ്രമതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതേ മോളെ, നീ നിനക്ക് എന്ത് ജ്യൂസ് വേണമെന്നുണ്ടെങ്കിലും രേവതിയോട് ചോദിച്ചാൽ പോരെ, അവൾ ഉണ്ടാക്കി തരുമല്ലോ. എന്നാൽ വർഷ പറയുന്നുണ്ട്, കേട്ടോ ആന്റി, അതൊന്നും വേണ്ട, രേവതിയോടൊന്നും പറയണ്ട. രേവതി ആണെങ്കിൽ ഇവിടുത്തെ മുഴുവൻ ജോലികളും ചെയ്യുന്നത്, അവൾക്ക് ക്ഷീണം കാണും, അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചോളാം എന്ന് തന്നെ പറയുകയാണ്. പക്ഷെ ചന്ദ്ര പിന്നെയും നിർബന്ധിക്കുകയാണ് അത് വേണ്ടെന്ന് പറഞ്ഞിട്ട്. ശേഷം രേവതിയെ വിളിച്ചിട്ട്, എടി രേവതി, നീ ഈ വർഷയ്ക്ക് ഒരു ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ് ഓർഡർ ഇടുമ്പോ രേവതി ഉടനെ വർഷയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വർഷ പറയും, അത് പിന്നെ രേവതി, എനിക്ക് ഈ ജ്യൂസ് ഒന്നും ഉണ്ടാക്കിയിട്ട് വലിയ പരിചയമില്ല, അതുകൊണ്ടാണ് എന്ന് പറയുന്നു. ഏതായാലും രേവതി ഞാൻ ഉണ്ടാക്കി തരാമെന്ന് തന്നെ പറഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് ചെല്ലുകയാണ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ ജ്യൂസിൽ പഞ്ചസാര ഇടണ്ട കേട്ടോ, തേൻ ഒഴിച്ചാൽ മതി എന്ന് വർഷ പ്രത്യേകം പറയുന്നുണ്ട് രേവതിയോട്. ഇത് ജ്യൂസ് ഉണ്ടാക്കാൻ പോയി കഴിയുമ്പോൾ ചന്ദ്രമതി വർഷയോട് പറയും, എന്നാ പിന്നെ മോള് റൂമിൽ പോയിരുന്നു, അവള് ദേ ജ്യൂസ് ഉണ്ടാക്കി റൂമിൽ കൊണ്ടു തരും എന്ന് പറയാണ്. അങ്ങനെ വർഷ റൂമിലോട്ട് പോവുകയും ചെയ്യുന്നു. ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതി ചിന്തിക്കുന്നത് മറ്റൊന്നാണ്. ഈ വർഷ എന്ന് പറയുന്നവള് രേവതിയെ ഒരുപാട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പോയ എന്തായാലും ശരിയാവില്ല, ഇവരെ തമ്മിൽ എങ്ങനെയെങ്കിലും അകറ്റണം എന്ന് ഒരുറച്ച തീരുമാനം എടുക്കുകയാണ് ചന്ദ്രമതി. ഏതായാലും രേവതി ജ്യൂസൊക്കെ ഉണ്ടാക്കി വരുന്നു. എന്നിട്ട് ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, ഞാനിത് റൂമിൽ കൊണ്ടുപോയി കൊടുക്കണോ അമ്മയെന്ന് ചോദിക്കുമ്പോ, വേണ്ട വേണ്ട, നീ ഇത് ഇവിടെ തന്നെ വെച്ചാൽ മതി, ഞാൻ വർഷയെ ഇങ്ങോട്ട് വിളിക്കാന്ന് പറയാണ്. ആ സമയത്താണ് ശ്രുതി അവരുടെ അടുത്തേക്ക് വരുന്നത്. ഇതിനാണെങ്കിൽ ശ്രുതിയോട് എന്നിട്ട് പറയും, നീ കൊണ്ടുപോയി ഇത് വർഷയ്ക്ക് കൊടുക്കുമോളെ എന്ന്. അപ്പൊ ഇത് കേട്ടുകൊണ്ടാണ് സച്ചിയും അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് സച്ചി ആ സമയത്ത് ഒരു കമന്റ് പറയുന്നുണ്ട്, അപ്പോ അധികാരമൊക്കെ പോയോ? ഇവിടെ ചിലവർക്കായിരുന്നു കൂടുതൽ പരിഗണനയൊക്കെ ഉണ്ടായിരുന്നത്, ഈ പുതിയ ആള് വന്നപ്പോ അതൊക്കെ പോയോ? ഇതാണ് 50 പവൻ വന്നപ്പോ അമ്മയുടെ സ്വഭാവം ഒക്കെ മാറി. എന്നിട്ട് ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ പോയാലേ ഇനി നീ മലേഷ്യയിൽ നിന്ന് 51 പവൻ കൊണ്ടുവന്നാലേ അമ്മ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും, നിനക്ക് ജ്യൂസും തരും. 52 പവൻ കൊണ്ടുവന്നാൽ നിനക്കും ജ്യൂസ് തരും രേവതി എന്ന് രേവതിയോടും പറയുന്നു. ഈ ജ്യൂസ് ആണെങ്കിലേ ഇങ്ങനെ കൈമാറിക്കൊണ്ടേയിരിക്കും. ശ്രുതിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. ചന്ദ്ര ശ്രുതിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയും, മോളെ, അവൻ അങ്ങനെയൊക്കെ പലതും പറയും, അതൊന്നും കാര്യമാക്കണ്ട മോളെ, ഏതായാലും നീ ഇത് കൊണ്ടുപോയി വർഷയ്ക്ക് കൊണ്ടുകൊടുത്തിട്ട് വാ. ഇങ്ങനെ മനസ്സോടെ വർഷ അത് വർഷയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. ഇത് കൊണ്ടുവന്ന് തന്നതില് ശ്രുതിയോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് വർഷ. എന്തായാലും സച്ചി പറഞ്ഞ ആ വാക്കുകൾ ശ്രുതിയെ വല്ലാതെ ചിന്തിപ്പിക്കുന്നുണ്ട്. തന്നോടുള്ള സ്നേഹം, ചന്ദ്രമതിക്ക് തന്നോടുള്ള സ്നേഹം കുറഞ്ഞോ എന്നൊരു തോന്നൽ ശ്രുതിയെ വിഷമിപ്പിക്കുന്നുണ്ട്. അങ്ങനെ റൂമിലൊക്കെ പോയി ഇതേപ്പറ്റി ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ട് ശ്രുതി. വർഷയാണെങ്കിൽ ജ്യൂസ് എല്ലാം കുടിച്ച് അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്റെ കയ്യിലെ നഖമൊക്കെ വളർന്നിരിക്കുന്നതായിട്ട് വർഷ കാണുന്നത്. അയ്യോ, നഖമൊക്കെ ആകെ വളർന്നല്ലോ, ഇനി ഇതൊന്ന് വെട്ടണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് നെയിൽ കട്ടർ തപ്പുമ്പോ റൂമിൽ ഒന്നും നെയിൽ കട്ടർ ഇല്ല. സാരമില്ല, ആന്റിയുടെ കയ്യിൽ നെയിൽ കട്ടർ ഉണ്ടാവുമെന്ന് ചിന്തിച്ച് ചന്ദ്രമതിയോട് ചോദിക്കും, എന്റെ നഖമൊക്കെ ആകെ വളർന്നിരിക്കുകയാണ് ആന്റി, നെയിൽ കട്ടർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്രമതി സ്നേഹത്തോടെ പറയും, അതിനെന്താ മോളെ, ഇവിടെ അതിനൊക്കെ ശ്രുതി ഉണ്ടല്ലോ, ശ്രുതി അതൊക്കെ ചെയ്തു തരും. അതും പറഞ്ഞ് ശ്രുതിയെ വിളിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ദേഷ്യത്തോടെ മുഖം വീർപ്പിച്ചുകൊണ്ടാണ് കേട്ടോ ചന്ദ്രമതിയുടെ അടുത്തേക്ക് വരുന്നത്. ചന്ദ്രമതി എന്നിട്ട് ശ്രുതിയോട് പറയും, മോളെ, ഈ കയ്യിലും കാലിലും ഒക്കെ എന്തൊക്കെയോ ചെയ്തു കൊടുക്കുമല്ലോ. അപ്പൊ ശ്രുതി പറയും, അതെ ആന്റി, ഈ പെഡിക്യൂറും മാനിക്യൂറും അല്ലേ? അത് തന്നെ മോളെ, നീ അതൊന്ന് ഈ ശ്രുതിക്ക് ചെയ്തു കൊടുത്തേ, അവളുടെ കയ്യിലെയും കാലിലെയും നഖമൊക്കെ ആകെ വളർന്നിരിക്കുക. വിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോ ദേഷ്യം തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ ചന്ദ്രമതിയോട് എതിർത്ത് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കാന്ന് തന്നെ സമ്മതിക്കുകയാണ്. പക്ഷെ മനസ്സിൽ അപ്പോഴും ചിന്തിക്കുന്നത്, ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇതിന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ എന്ന് തന്നെ ചിന്തിക്കുകയാണ് കേട്ടോ ശ്രുതി. എന്തായാലും എല്ലാ സാധനങ്ങളുമായിട്ട് വർഷയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. കൂടെ തൊട്ടടുത്ത് ചന്ദ്രമതി ഇരിപ്പുണ്ടാവും. വർഷയുടെ കാലെല്ലാം നല്ലതായിട്ട് ക്ലീൻ ആക്കി കൊടുക്കുകയാണ് കേട്ടോ ശ്രുതി. വർഷയ്ക്കാണെങ്കിൽ അത് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയോടായിട്ട് പറയും, നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ ശ്രുതി, കാലൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്, തനിയെ ചെയ്യുമ്പോൾ പോലും ഇത്രയും വൃത്തിയാവാറില്ലെന്നൊക്കെ ശ്രുതിയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് കേട്ടോ വർഷ. ശ്രുതിക്ക് പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോഴും അങ്ങോട്ട് കലിപ്പാണ് തോന്നുന്നത്. ഏതായാലും ക്ലീനിങ് എല്ലാം കഴിഞ്ഞ്, കാലിലെയും ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് നെയിൽ പോളിഷൊക്കെ ഇട്ട് ഭംഗിയാക്കി കൊടുക്കുന്നുണ്ട് ശ്രുതി വർഷയുടെ. അപ്പൊ ഈ സമയത്തായിരിക്കും രേവതി അവിടേക്ക് വരിക. രേവതി അവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കാണുമ്പോ ചന്ദ്രമതി രേവതിയോടായിട്ട്, നീ എന്താടി അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ചുമ്മാ നോക്കിയതാന്ന് രേവതി പറയുന്നുണ്ടെങ്കിലും, ഇവിടെ നോക്കി നിന്നാൽ എങ്ങനെയാ, നിനക്ക് അടുക്കളയിൽ വേറെ പണിയൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പിന്നെയും രേവതിയെ കുറ്റം പറയുകയാണ്. അങ്ങനെ ചന്ദ്രമതിയുടെ ശകാരം കേട്ട് രേവതി അടുക്കളയിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് വർഷ രേവതിയെ വിളിച്ചിട്ട്, നീ ഇവിടെ വന്ന് ഇരിക്കാൻ പറയുന്നത്, നിനക്കും ഇവള് ഇതെല്ലാം ചെയ്തു തരും. അത് കേൾക്കുമ്പോ രേവതി പറയും, അയ്യോ, എനിക്കിതൊന്നും ചെയ്യണ്ട, എനിക്കിതൊന്നും ചെയ്തിട്ട് പരിചയമില്ല, പിന്നെ നഖം കട്ടിയണമെങ്കിൽ ഈ പല്ല് തന്നെ ധാരാളമാണ്, കടിച്ചങ്ങ് കളഞ്ഞാ മതിയല്ലോ എന്ന്
എന്നും വർഷയോട് പറഞ്ഞ് രേവതി അടുക്കളയിലോട്ട് തന്നെ പോകുന്നു. അപ്പൊ അങ്ങനെയും പറഞ്ഞ് രേവതി പോകുമ്പോ ഉടനെ ചന്ദ്രമതി കമന്റ് അടിക്കുന്നുണ്ട്, കേട്ടില്ലേ അവള് പറഞ്ഞത്, വേണമെന്നുണ്ടെങ്കിൽ അവള് കാലിന്റെ നഖം വരെ കടിച്ചു കളയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അവളോട് പറഞ്ഞിട്ട് എന്താ കാര്യം, അതിനൊക്കെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് എങ്കിലും വേണം. ഏതായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ശ്രുതി മീരയുടെ അടുത്തേക്ക് ചെല്ലുന്നതായിട്ടാണ്. മീരയ്ക്ക് കുറച്ച് ക്യാഷ് കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പൊ ആ ക്യാഷും കരുതിയിട്ടാണ് ശ്രുതി മീരയുടെ അടുത്ത് വരുന്നത്. എന്റെ കയ്യിൽ നിന്ന് ഞാൻ കഴിഞ്ഞ മാസം മേടിച്ച ക്യാഷാണ്, അത് ഞാനിപ്പോ തരുവാന്നും പറഞ്ഞുകൊണ്ട് മീരയുടെ കയ്യിൽ കൊടുക്കാൻ നേരത്ത് മീര പറയുന്നുണ്ട്, അതൊന്നും ഇപ്പൊ വേണ്ട, നിനക്ക് പണത്തിന്റെ ഒരുപാട് ആവശ്യമുള്ളതല്ലേ, തൽക്കാലം നീ ഇത് കൈ വെച്ചോ, ഞാൻ ചോദിക്കുമ്പോ തന്നാ മതി എന്ന് പറയുന്നുണ്ട് മീര. പക്ഷെ ശ്രുതി പറയും, അതൊന്നും വേണ്ട, എന്റെ കയ്യിൽ നിന്നാൽ ചിലപ്പോൾ ചെലവായി പോകും, അതുകൊണ്ട് നീ ഇപ്പൊ തന്നെ മേടിക്കുക എന്ന് പറയുകയാണ്. അതിനുശേഷം മീര നവീന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നവീൻ ഇപ്പൊ വിളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ ഒന്നും പറയണ്ട, മാസം വാടക കൊടുക്കുന്ന പോലെ ആദ്യം തന്നെ എന്നെ വിളിക്കും, എന്തിനാ അവന് പൈസക്കായിട്ട്. ഇത് കേൾക്കുമ്പോ മീര ശ്രുതിയോടായിട്ട്, ആഹാ അങ്ങനെയാണോ, നീ ഒരു കാര്യം ചെയ്യേ, അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്ത്, എന്നിട്ട് ഇവിടെ എത്തുമ്പോ അവന്റെ തല തല്ലി പൊളിക്ക്, അങ്ങനെയാകുമ്പോ അവൻ വീണ്ടും കോമാ സ്റ്റേജിലാവുമല്ലോ, നിനക്ക് വീണ്ടും സേഫ് ആവാനും പറ്റും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ, എന്നിട്ട് വേണം ഞാൻ ജയിലിലാവാൻ, നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറയാണ് കേട്ടോ ശ്രുതി. മീര വീട്ടിലെ കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. പുതിയ മരുമകളായി എത്തിയ പെണ്ണ് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോ കാര്യത്തെ പറ്റിയൊക്കെ പറയാതിരിക്കുന്നത് അതിന്റെ പൊന്നു മീരെ നല്ലത്. ഇപ്പതാ ഞാൻ അവൾക്ക് പെഡിക്യൂറൊക്കെ ചെയ്തിട്ട് വരുക, എന്നെ കൊണ്ടാണ് അവൾക്കുള്ള എല്ലാ പണികളും ആ ചന്ദ്രമതി ചെയ്യിപ്പിക്കുന്നത്. രേവതി ചായ ഇടുകയാണെങ്കിൽ ആ ചായ കൊണ്ടു കൊടുക്കുന്നത് ഞാനാ, ക്രെഡിറ്റ് മൊത്തം എന്റെ അമ്മായിയമ്മയ്ക്കും. അത് കേൾക്കുമ്പോ മീരയും പറഞ്ഞു, ഓഹോ അങ്ങനെയൊക്കെ ആയോ, പുതിയ മരുമകൾ വന്നപ്പോ അവര് നിന്നെ അങ്ങ് ഒഴിവാക്കിയല്ലേ, 50 പവൻ കൊണ്ടു കൊടുത്തപ്പോഴത്തേക്കും നിന്റെ അമ്മായിയമ്മയുടെ സ്വഭാവമൊക്കെ അങ്ങ് മാറിയല്ലേ. നിന്നെ പോലെയല്ല, അവള് നല്ല പൈസയുള്ള വീട്ടിലല്ലേ. നിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് പോലെയാ, ഏതെങ്കിലും സമയത്ത് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ മാത്രം. വർഷ അങ്ങനെ അല്ലല്ലോ, ക്യാഷ് എപ്പോ വേണോ എന്നുണ്ടെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് കിട്ടും. അതൊക്കെ നിന്റെ അമ്മായിയമ്മയ്ക്ക് നല്ല പോലെ അറിയാം, അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവർ ഈ കളി കളിക്കുന്നതെന്നും പറയുകയാണ് മീര. പറഞ്ഞതിലൊക്കെ കാര്യമുണ്ടെന്ന് വർഷയ്ക്കും അറിയാം. വീണ്ടും വർഷയെ പറ്റി കുറ്റം പറയുകയാണ് കേട്ടോ ശ്രുതി. അവളെല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്, എന്ത് വേണമെന്നുണ്ടെങ്കിലും അത് രേവതിയെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോ മീരയും തിരിച്ചു പറയുന്നുണ്ട്, നീയും അങ്ങനെ തന്നെയല്ലേ, നിന്റെ സ്വഭാവവും അങ്ങനെ തന്നെയല്ലേ, ആ പാവം രേവതിയെ കൊണ്ടല്ലേ എല്ലാ ജോലികളും ചെയ്യിക്കുന്നത്. പിന്നെ വർഷം പറയും, ഇപ്പൊ എന്തായാലും എന്നോടുള്ള പരിഗണന എന്റെ അമ്മായിയമ്മയ്ക്ക് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിനൊരു മാർഗം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, എല്ലാ മാസവും 5000 രൂപ അവളുടെ കയ്യിൽ കൊടുക്കണം. ഇത് കേൾക്കുമ്പോ മീരയ്ക്ക് വിശ്വാസമാവുന്നില്ല കേട്ടോ, കാരണം 5000 രൂപ നീ നിന്റെ അമ്മയ്ക്ക് പോലും മാസം കൊടുക്കുന്നില്ല. ഏതായാലും നീ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും പൈസയൊന്നും കൊടുത്ത് അത് ശീലിപ്പിക്കരുത്, പിന്നീട് പൈസ കിട്ടിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകുവേ എന്നൊക്കെ മീര പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ വർഷ പറയും, അതിനെ ആര് ശീലിപ്പിക്കുന്നു, എല്ലാ മാസവും ഞാൻ ഇതുപോലെ കൊടുക്കുമെന്ന് പറയും. ഇന്ന് ഞാൻ 5000 കൊടുത്ത അടുത്ത മാസം 2000 കൊടുക്കൂ, അങ്ങനെ കുറച്ച് ഞാൻ കൊണ്ടുവരും. അപ്പോ ശ്രുതിയുടെ ഈ പ്ലാനുകളൊക്കെ മനസ്സിലാക്കുമ്പോ മീര പിന്നെയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്തായാലും നീ ഇങ്ങനെ പൈസ കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത്, നിന്നെ കൊണ്ട് എല്ലാം കൂടെ സാധിക്കില്ല മോളെ. പക്ഷെ ശ്രുതി ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പൊ ഈ ഒരു മാർഗം മാത്രമേ എന്റെ മുമ്പിലുള്ളൂ, അതല്ലെങ്കിൽ എനിക്ക് അവിടെ തീരെ വിലയുണ്ടാവില്ല. വർഷം 50 പവൻ കൊണ്ടുകൊടുത്ത പോലെ എനിക്ക് 50 പവൻ കൊണ്ടുകൊടുക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ഈ മാർഗമെങ്കിലും ഞാൻ ചെയ്യണ്ടേ. അവളുടെ അമ്മ കൊണ്ടുവന്ന ആ 50 പവന് ഏകദേശം 25 ലക്ഷം രൂപയെങ്കിലും വരും. പക്ഷേ 50 പവനുണ്ടെങ്കിലും അവർക്ക് പറയാം അവൾ ഇത്രയും കൊണ്ടുവന്നുവെന്ന്, അല്ലാണ്ട് ചന്ദ്രമതിക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ലല്ലോ. പക്ഷെ എന്റെ കയ്യിലുള്ള പൈസ കൊടുക്കുകയാണെങ്കിലോ അവർക്ക് അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നെ എല്ലാ മാസവും ആ ദിവസമാകുമ്പോ ഓർക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ശ്രുതി പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ. ഇതുകൊണ്ടും തീർന്നില്ല. തുടർന്ന് മീരയുടെ കയ്യിൽ കുറച്ച് ക്യാഷ് 5000 രൂപ കൊടുത്തിട്ട് ഇത് ബാങ്കിൽ കൊണ്ടുപോയി നീ 50 രൂപ ആക്കിക്കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെയാകുമ്പോൾ കുറച്ച് കനവും ഉണ്ടാവുമല്ലോ. ഏതായാലും ശ്രുതിയുടെ ഈ പ്ലാനിങ് എല്ലാം കേട്ട് മീര ശ്രുതിയെ അഭിനന്ദിക്കുകയാണ്. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ശ്രുതി, നിനക്കല്ലാതെ ഇങ്ങനെയുള്ള ബുദ്ധിയൊന്നും വേറെ ആർക്കും തോന്നില്ലെന്ന് പറയുകയാണ്. ഏതായാലും മീരയെ ബാങ്കിലേക്ക് പറഞ്ഞു വിടുകയാണ് ശ്രുതി. അങ്ങനെ അന്നത്തെ ദിവസം പാർലറിൽ നിന്നും നേരത്തെ ഇറങ്ങുകയാണ് വീട്ടിലോട്ട്. ചന്ദ്രമതിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ക്യാഷും കരുതിയിട്ടുണ്ട്. വീട്ടിലെത്തുമ്പോൾ രേവതിയാണെങ്കിൽ പൂജാമുറിയിൽ വിളക്ക് കൊളുത്താനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അമ്മ എവിടെയാണെന്ന് രേവതിയോട് തിരക്കുന്നതും അമ്മ അടുക്കളയിലുണ്ടെന്ന് രേവതി പറയുന്നു. നീ അങ്ങനെ കിച്ചണിലേക്ക് ചെല്ലുന്നതും ആന്റി എന്നുള്ള ശ്രുതിയുടെ വിളി കേട്ട് ചന്ദ്രമതി തിരിഞ്ഞു നോക്കുന്നതും മോളായിരുന്നോ, ഞാൻ കരുതി വർഷയായിരിക്കുമെന്ന്. എന്താ മോളെ ഇന്ന് പാർലറിൽ നിന്ന് നേരത്തെ വന്നതെന്ന് ചോദിക്കുമ്പോ അത് പിന്നെ ആന്റി ഇന്ന് വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞു, അതുകൊണ്ട് നേരത്തെ പോന്നു. ആന്റി ഇങ്ങ് വാ, ആന്റിക്ക് ഞാനൊരു കാര്യം തരാന്ന് പറഞ്ഞിട്ട് കവറിലാക്കിയ ക്യാഷ് ചന്ദ്രമതി ഏൽപ്പിക്കുകയാണ് ശ്രുതി. ചന്ദ്രമതി ആണെങ്കിൽ ഇത് കാണുന്നത് മമ്പരപ്പോടെ ഇതെന്താ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ശ്രുതി പറയുന്നേ എന്തായാലും തുറന്നു നോക്ക്. അങ്ങനെ ചന്ദ്രമതി അത് തുറന്നു നോക്കുമ്പോ കുറെ ക്യാഷ് ഒക്കെ കാണുമ്പോ ഇത്രയും പൈസ എന്തിനാ മോളെ എനിക്ക് തരുന്നത്, ഓളിത്തവണത്തെ ചെലവിന്റെ പൈസ ഒക്കെ എനിക്ക് തന്നതാണല്ലോ എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുന്നു.
ചോദിക്കുന്നതും അതൊക്കെ ഉണ്ട്. ഇത് ആ പൈസയല്ല, ഇത് ഞാൻ അമ്മയ്ക്ക് എന്റെ സ്നേഹം കൊണ്ട് തരുന്നതാ. അമ്മയല്ലേ എനിക്ക് പാർലർ തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തൊക്കെ തന്നത്. അമ്മയ്ക്കും ചില ചെലവുകളൊക്കെ എന്തായാലും ഉണ്ടായിരിക്കില്ലേ. ഇതമ്മ കയ്യിൽ വെക്ക്, 5000 രൂപയുണ്ട്. ഇനി എല്ലാ മാസവും ഞാൻ അമ്മയ്ക്ക് ഇതുപോലെ പൈസ തരാമെന്നും ശ്രുതി ഏൽക്കുകയാണ് അവിടെ വെച്ച്. ചന്ദ്രമതി ആണെങ്കിൽ ഇത് കേട്ട ആശ്ചര്യത്തോടെ എല്ലാ മാസവും എനിക്ക് പൈസ തരുമെന്നോ? സന്തോഷത്തോടെയുള്ള ചന്ദ്രമതിയുടെ ആ ചോദ്യം കേട്ട് അതെ അമ്മേ, ഇനി എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് ഇത്ര രൂപ ഞാൻ അമ്മയ്ക്ക് തന്നിരിക്കും. അപ്പൊ അവര് തമ്മിലുള്ള ഈ സംസാരങ്ങളൊക്കെ ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. അതുപോലെ തന്നെ രേവതിയും ഇത് കേൾക്കാൻ ഇടയാവുന്നു. അവര് തമ്മിൽ എന്താ പറയുന്നതെന്ന് രേവതിയും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് ശ്രുതി ചന്ദ്രമതിയോടായിട്ട് അമ്മ എന്തായാലും ഈ ക്യാഷ് കൊണ്ടുപോയി അകത്ത് വയ്ക്ക്, എനിക്ക് നല്ല ക്ഷീണം ഉണ്ടെന്നൊക്കെ പറയുന്നു. അത് കേൾക്കേണ്ട താമസം ചന്ദ്രമതി രേവതിയെ വിളിച്ചിട്ട് ശ്രുതിക്ക് നല്ല ക്ഷീണമുണ്ട്, ഒരു ജ്യൂസ് എടുത്തു കൊടുക്കാൻ ഉത്തരവിടുകയാണ്. അതിനുശേഷം ചന്ദ്രമതി ചിന്തിക്കുന്നുണ്ട്, ഈശ്വര, എനിക്ക് സ്വന്തമായിട്ട് റൂം പോലും ഇല്ലല്ലോ, ഈ പൈസ ഞാൻ ഇപ്പൊ എവിടെയാ കൊണ്ടുവയ്ക്കുക? എന്തായാലും ഞങ്ങളുടെ ആ പഴയ റൂമിൽ തന്നെ കൊണ്ടുവയ്ക്കാം, ശ്രീകാന്തിനോട് ഇക്കാര്യം പറയാം എന്നും തീരുമാനിച്ച് റൂമിലോട്ട് പോകാൻ തുടങ്ങുകയാണ് ചന്ദ്രമതി. പുതിയ ആണെങ്കിൽ ഇതൊക്കെ കേട്ടിരുന്നത് കൊണ്ട് തന്നെ വേഗം തന്നെ ചന്ദ്രമതിയുടെ പിന്നാലെ പോയിട്ട്, ചന്ദ്രമതി ആണെങ്കിൽ ക്യാഷ് എല്ലാം അലമാരയ്ക്കകത്താക്കി അടയ്ക്കുമ്പോഴായിരിക്കും സുധി അവിടെ വന്ന് നിൽക്കുന്നത് കാണുന്നത്. സുധിയെ കണ്ട് ചന്ദ്രമതി ഒന്ന് പരിങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു നേരത്തെ വന്നതെന്ന് ചോദിക്കുമ്പോ, അത് പിന്നെ അമ്മ മഴ വരുന്നുണ്ട്, പാർക്കാണെങ്കിൽ നേരത്തെ അടയ്ക്കാൻ പോവുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ നേരത്തെ പോകുന്നതാന്ന് മറുപടി കൊടുക്കുന്നു. അപ്പോ ചന്ദ്ര പറയും, ഞാൻ കരുതി നിനക്ക് വല്ല ജോലിയും കിട്ടിക്കാണോന്ന്. അത് ഈ ജന്മത്തിൽ നടക്കില്ലെന്നും അറിയാം. ഇത് കേൾക്കുന്ന സുധി, അമ്മ എന്താ പറയുന്നത്? ഞാൻ ജോലിക്ക് ട്രൈ ചെയ്യാഞ്ഞിട്ടാണോ? എനിക്ക് കിട്ടാത്തോണ്ടല്ലേ? അതിനുശേഷം സുധി ചന്ദ്രമതിയുടെ അടുത്തിരിക്കുന്ന പൈസ കിട്ടാൻ വേണ്ടിയിട്ട്, എനിക്ക് പൈസയുടെ കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും, നിനക്ക് പൈസയുടെ ആവശ്യമോ? നീ ഉച്ചയ്ക്കുള്ള ഭക്ഷണം വരെ ഇവിടെ നിന്ന് കൊണ്ടുവന്നു, വെറുതെ ഇരിക്കുന്നതിന് നിനക്ക് എന്തിനാടാ പൈസ എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ടെങ്കിലും സുധി പിന്നെയും നിർബന്ധിക്കുകയാണ് ക്യാഷ് തരാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെലവ് കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മേടിക്കാൻ നോക്കുന്നത്. പക്ഷെ ചന്ദ്രമതി എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലാന്ന് തന്നെ പറയാണ് തീർത്തും. അപ്പൊ ശ്രുതി പറയും, അമ്മയ്ക്കിപ്പോ ശ്രുതി പൈസ തരുന്നത് ഞാൻ കണ്ടു, ആ ക്യാഷ് എനിക്ക് തരാൻ വേണ്ടി പറയുകയാണ് കേട്ടോ ശ്രുതി. അത് കേൾക്കുന്നതും ചന്ദ്രമതി ആകെ ഞെട്ടിത്തരിക്കുകയാണ്. കാരണം ആരും അറിയണ്ടായെന്ന് വെച്ചിട്ടാണ് ഈ റൂമിൽ കൊണ്ട് വയ്ക്കാൻ നോക്കിയത്. പക്ഷെ ഇതിപ്പോ ഇവനെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് തരില്ലെന്ന് പറയാനും പറ്റില്ല, കൊടുക്കാനൊട്ടും മനസ്സുമില്ല. അങ്ങനെ എന്ത് ചെയ്യുമെന്നോർത്ത് ശങ്കിച്ചു നിൽക്കുകയാണ് ചന്ദ്രമതി.